ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആട്ടോ. ഇത് മുയലിറച്ചി കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ്. ഇത് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് നാടൻ രീതിയിൽ ചെയ്തെടുത്താണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മുയലിറച്ചി കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഒരു റെസിപ്പിയിൽ ചിക്കനും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല സൂപ്പർ ഗ്രേവി ആയിരുന്നു ഇതിൻ്റെ. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഈ മുയലിറച്ചി എന്ന് പറയുന്നത് ചിക്കൻ്റെ അതേ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ എല്ലുകൾ മാത്രം ചിക്കനേക്കാളും കുറച്ച് സ്ട്രോങ് ആയിരിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കൂട്ടായിരുന്നു മസാല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിതുപോലെ ഫ്രോസൺ റാബിറ്റാണ് വാങ്ങിച്ചത്. അപ്പം നമുക്കിത് ഞാനിവിടെ കുവൈറ്റിലുള്ളത്. അപ്പം വേറെ എവിടെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ലുലു എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് തന്നെ നമുക്ക് റാബിറ്റ് കിട്ടും. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ചിക്കൻ്റെ പീസുകൾ നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട് ഇത് കാണാനും, അതുപോലെ തന്നെ കഴിക്കാനും. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീറ്റ് എല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. ആദ്യം ഒന്നൊരു വിസിൽ വരുത്തിയെടുക്കണം, കാരണം ഇത് ചിക്കനേക്കാളും കുറച്ചുകൂടെ വേവ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു വിസിൽ വരുത്തിയ ശേഷമാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മസാലയിലിട്ട് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ മീറ്റ് എല്ലാം കൂടെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഞാൻ കാണിക്കുന്നതും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു അല്പം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഭാഗം സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാനിലേക്ക് അതിനുള്ള മസാല റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഗ്രേവി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സവാള ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കിട്ടാൻ പ്രയാസമുണ്ട് ചെറിയ ഉള്ളി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവാള മാത്രം ചേർത്ത് കൊടുത്തത്. ചെറിയ ഉള്ളി കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഒന്നുകൂടെ കൂടുകയുള്ളൂ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ നേരത്തെ റാബിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കുക്കറും വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളകും കൂടെ നമുക്കിതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ചെറിയ തീയിലിട്ടാട്ടോ ഞാൻ ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. കാരണം അത് കുക്കറിൻ്റെ വിസിൽ പോകണം, അതിന് ശേഷം എനിക്കിതിലേക്ക് എടുത്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ വിസിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറൊന്ന് തുറന്ന് ഈ മീറ്റും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരിപ്പോൾ ഒറ്റ വിസിൽ വന്നേ ഉള്ളൂ. അപ്പോൾ 1/4 ഭാഗം കുക്കായിട്ടേ ഉള്ളൂ. ഇനി മസാലയിൽ കിടന്ന് വേണം ബാക്കിയും കൂടെ ഒന്ന് കുക്കായി വരാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ കുറച്ച് കളറ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അത് എന്ത് കറിയിലും നമ്മൾ ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഒരുപാട് ചേർത്ത് പോകരുത്. 1 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അതുപോലെ തന്നെ പാത്രം എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ റാബിറ്റിലേക്ക് നന്നായിട്ട് പുളിയും മുളകും ഒക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇതൊക്കെ ലാസ്റ്റിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിലുണ്ടാവും. അത് നന്നായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഇത് ഈ ഒരു പാകത്തിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഇതിൻ്റെ മസാലയും എല്ലാം നല്ല കുറുകി നല്ല പെരണ്ട പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കാനുള്ള ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉപ്പ് കുറച്ച് കൂടുതലായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം കേട്ടോ. നല്ല പെരട്ടി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ചപ്പാത്തിയുടെ എന്തിൻ്റെ കൂടെ ആയാലും. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ പൊടി കലക്കിയെടുത്തതാണ്. മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അപ്പം കലക്കുമ്പോൾ നേരെ ചൂടുവെള്ളത്തിൽ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അത് കട്ട അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് ഇനിയും ചെറിയ തീയിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഈ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഈ വലിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റിൽ ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് തീന്ന് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മതി. ഇതുപോലെ ഈ ഒരു പാകത്തിന് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ റാബിറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കൂടെ ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജിസ്നാസ് കിച്ചൺ.